ഹായ് ഫ്രണ്ട്സ്, സുമ ലെനീഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ മുട്ട പപ്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം. അതിനായി ഒരു കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുത്ത് ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായപ്പോൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും കുറച്ച് സവാളയും ഇട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൗഡറും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരൽപ്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാവ് ഒന്ന് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും തടവി കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദാപ്പൊടിയും ഇട്ട് ഒന്ന് മടക്കിയെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഓയിലും കുറച്ച് മൈദാപ്പൊടിയും ഇട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വീണ്ടും ചപ്പാത്തി കോല് കൊണ്ട് നല്ല സ്ക്വയർ രൂപത്തിലൊന്ന് പരത്തിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലയും ഇട്ട് കൊടുത്ത് മുട്ടയും വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെയൊന്ന് റെഡിയാക്കി എടുക്കാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാനിവിടെ എയർ ഫ്രയറിലാണ് റെഡിയാക്കുന്നത്. അതിനായി ആ പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ട നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഒന്ന് എയർ ഫ്രയറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാൽ പകുതി ഭാഗം വെന്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 12 മിനിറ്റും കൂടി വേവിച്ചെടുത്താൽ നമ്മുടെ പപ്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുമ്പോഴേക്കും ബൈ.